എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ. നമുക്കറിയാം, ഒരു സെയിം റിസോഴ്സിനെ അല്ലെങ്കിൽ സെയിം വേരിയബിളിനെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യാം, സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുന്നത്. അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ഒരു വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഒരു സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. പ്രോസസ് സിങ്ക്രണൈസേഷൻ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ സോഫ്റ്റ്വെയർ as well as ഹാർഡ്വെയർ സൊല്യൂഷൻ. Peterson solution is one of the software solution to the process synchronization problem. സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ പ്രോബ്ലത്തിന് സോഫ്റ്റ്വെയർ സൊല്യൂഷനെ കൂടാതെ ഹാർഡ്വെയർ സൊല്യൂഷനും ഉണ്ട്. സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ പ്രോബ്ലത്തിന്റെ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണെന്ത്, പീറ്റേഴ്സൺ സൊല്യൂഷൻ. പീറ്റേഴ്സൺ സൊല്യൂഷൻ വഴി ഒരു സിംഗിൾ യൂസ് റിസോഴ്സിനെ യാതൊരുവിധ കോൺഫ്ലിക്റ്റും കൂടാതെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർഡ്വെയർ സൊല്യൂഷൻസ് ആണ്. അവയാണെന്ത്, ഒന്ന് ടെസ്റ്റ് ആൻഡ് സെറ്റ്, സ്വാപ്പ്, അൺലോക്ക് ആൻഡ് ലോക്ക്. യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കും അതുപോലെ തന്നെ UGC നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ ഒരു സെക്ഷൻ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഹാർഡ്വെയർ സൊല്യൂഷൻ എന്ന ടോപ്പിക്കിന് ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റിലെ ഹാർഡ്വെയർ സൊല്യൂഷൻ ആണെന്ത്, ടെസ്റ്റ് ആൻഡ് സെറ്റ്. ടെസ്റ്റ് ആൻഡ് സെറ്റ് അൽഗോരിതം യൂസസ് എ ബൂളിയൻ വേരിയബിൾ ലോക്ക് വിച്ച് ഈസ് ഇനീഷ്യലൈസ്ഡ് ടു ഫാൾസ്. ടെസ്റ്റ് ആൻഡ് സെറ്റ് അൽഗോരിതത്തിൽ ലോക്ക് എന്ന ബൂളിയൻ വേരിയബിൾ ആണ് എന്ത് യൂസ് ചെയ്യുന്നത്. അതിനെ ആദ്യം എന്ത് ചെയ്യും, ഫാൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്യുക. സോ ലോക്ക് ആണെന്ത് ഇവിടുത്തെ ഷെയർഡ് വേരിയബിൾ അല്ലെങ്കിൽ ഷെയർഡ് റിസോഴ്സ്. സോ ടെസ്റ്റ് ആൻഡ് സെറ്റ് അൽഗോരിതത്തിൽ എന്താണ്, ലോക്ക് എന്ന ബൂളിയൻ വേരിയബിൾ ആണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ദിസ് ലോക്ക് വേരിയബിൾ ഡിറ്റർമൈൻസ് ദി എൻട്രി ഓഫ് ദി പ്രോസസ് ഇൻസൈഡ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ ഓഫ് ദി കോഡ്. ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള പ്രോസസ്സുകളുടെ എൻട്രി തീരുമാനിക്കുന്നത് ഈ ഒരു ലോക്ക് വേരിയബിൾ ആണ്. ഇനി നമുക്ക് അൽഗോരിതം എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. സോ ഇവിടുത്തെ നമ്മളുടെ ഷെയർഡ് വേരിയബിൾ എന്താണ്, ഈ ഒരു ലോക്ക് ആണ് അല്ലേ, അതൊരു ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഒന്നല്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ കാണാം അല്ലേ, ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണെന്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ഈ ഒരു ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്, ഒരു റിട്ടേൺ വാല്യൂ ആണ് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക അല്ലേ. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ആൻഡ് സെറ്റ് എന്ന ഫംഗ്ഷൻ ഒരു റിട്ടേൺ വാല്യൂ ആണ് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഇനീഷ്യലി നമുക്കറിയാം ലോക്കിന്റെ വാല്യൂ എന്താണ്, ഫാൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. സോ ആദ്യത്തെ പ്രോസസ്സിലെ അത് വരുമ്പോൾ വൈൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഈ ലോക്കിന്റെ ഇവിടെ എന്താ വരിക, ഫാൾസ് അല്ലേ. അപ്പോൾ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക് കോൾ ചെയ്യും. അപ്പൊ അത് കോൾ ചെയ്യുമ്പോൾ നേരെ എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷനിലേക്ക് പോകും അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, ഈ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേരിയബിളിലേക്കാണ് എന്ത് ചെയ്യുക, ആ ഒരു ഫാൾസ് എന്ന വാല്യൂ അസൈൻ ചെയ്യുക അല്ലേ. സോ ഇവിടുത്തെ ലോക്കൽ എന്താണ് വാല്യൂ, ഫാൾസ് ആണ് അല്ലേ. ഈ ഫാൾസ് വാല്യൂ എന്ത് ചെയ്യും, ഈ ടാർഗറ്റിലേക്ക് കിട്ടും. സോ ഇവിടെ എന്ത് ചെയ്യും, ഈ ടാർഗറ്റിൽ ഫാൾസ് എന്ന വാല്യൂ ആണ് അസൈൻ ചെയ്യുക. ദെൻ ആ ടാർഗറ്റിന് കിട്ടുന്ന വാല്യൂനെ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യാണ്, റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ്. സോ ഈ റിട്ടേൺ വാല്യൂ അല്ലേ, ഈ ഒരു വേരിയബിളിന്റെ വാല്യൂ ഇപ്പം എന്താണ്, അത് ഫാൾസ് ആണ്. ദെൻ ടാർഗറ്റിക്കൽ ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ലോക്ക് എന്താണ്, ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാണ്. അതായത് ഈ കോൾ ചെയ്ത ഫംഗ്ഷനിലേക്ക് അല്ലേ, അതായത് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്കിലേക്ക് എന്താ വാല്യൂ കിട്ടുന്നത്, ഈ ഒരു റിട്ടേൺ വാല്യൂ അല്ലേ, റിട്ടേൺ വാല്യൂന്റെ വാല്യൂ എന്താ, ഫാൾസ് ആണ്. അപ്പം ഫംഗ്ഷൻ കോൾ ചെയ്തോടത്തേക്ക് എന്താ എത്തുന്നത്, ഫാൾസ് എന്ന വാല്യൂ ആണ് എത്തുന്നത്. അതുകൂടാതെ തന്നെ എന്താണ്, നമ്മളുടെ ലോക്ക് ട്രൂ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണ എന്ത് വേണം, ലോക്ക് ട്രൂ ആയിരിക്കണം. സോ ഇവിടെ എന്താണ്, ടാർഗറ്റിക്കൽ ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ ലോക്ക് വേരിയബിൾ ആണല്ലേ. അപ്പോൾ ലോക്ക് വേരിയബിൾ എന്താക്കി സെറ്റ് ചെയ്യുകയാണ്, ഇവിടെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാണ്. സോ ലോക്ക് വേരിയബിൾ ട്രൂവും ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന ഈ റിട്ടേൺ വാല്യൂ എന്താണ്, അത് ഫാൾസും ആണ്. സോ നമ്മളുടെ വൈൽ ലൂപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ്, നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് എന്താണ്, ഇവിടെ ഫാൾസ് ആണ് അല്ലേ. അപ്പോൾ ഫാൾസ് കിട്ടുമ്പോൾ നമുക്ക് അറിയാം എന്താണ്, വൈൽ ലൂപ്പ് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് എങ്ങോട്ടേക്കാണ് പോവുക, ക്രിട്ടിക്കൽ സെക്ഷനിലേക്കാണ് എന്ത് ചെയ്യുക, പോവുക. സോ ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിന് ലോക്ക് വാല്യൂ എന്തായിരിക്കും, അത് ട്രൂ ആയിരിക്കും. ദെൻ ആ ഒരു P1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ലോക്ക് ഫാൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇനി നമുക്കൊരു മറ്റൊരു കണ്ടീഷൻ നോക്കാം അല്ലേ. അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ P1 എന്ന് പറഞ്ഞ പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെ ലോക്ക് എന്തായിരിക്കും, ലോക്ക് ട്രൂ ആയിരിക്കുമല്ലോ, ലോക്ക് ട്രൂ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഇപ്പോൾ P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ വൈൽ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് എന്താണ്, ലോക്ക് അല്ലേ. ഇപ്പോൾ കറണ്ടിൽ ലോക്കിന്റെ വാല്യൂ എന്താണ്, ട്രൂ ആണ്. സോ ഈ ലോക്ക് ഈ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ്
ട്രൂ എന്നുള്ളത് എന്ത് ചെയ്യും കോൾ ചെയ്യും അല്ലേ. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക, ഇവിടെ റിട്ടേൺ ആയിട്ട് എന്താ കിട്ടുക നമുക്ക് അല്ലേ, ഇവിടെ എന്താണോ പാസ് ചെയ്യുന്നത് അത് തന്നെയാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഈ റിട്ടേൺ എന്ത് ചെയ്യും ട്രൂ ആയിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഈ കോൾ ചെയ്തോടത്തേക്ക് എന്ത് വാല്യൂ കിട്ടും, ട്രൂ കിട്ടും. കാരണം എന്താണ് ഈ ടാർഗറ്റിൽ ട്രൂ കിട്ടും, അതാണ് എന്ത് ചെയ്യുക റിട്ടേൺ വാല്യൂയിലേക്ക് അസൈൻ ചെയ്യുക. സോ നമ്മുടെ റിട്ടേൺ വാല്യൂ എന്തായിട്ട് നമുക്ക് കിട്ടുക, അത് ട്രൂ ആയിട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടുകയാണ്, ട്രൂ ആണ് കിട്ടുക. സോ ഇവിടെ ട്രൂ കിട്ടുകയും ചെയ്യും. നമ്മുടെ ലോക്ക് വാല്യൂ എന്താണ് കിട്ടുക, ലോക്ക് വാല്യൂ ഓൾറെഡി ട്രൂ ആണ് അല്ലേ. ഇവിടെ ടാർഗറ്റ് ഇക്വൽ ട്രൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ലോക്കും ട്രൂ ആണ്, റിട്ടേൺ വാല്യൂ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വൈൽ ലൂപ്പിലാണ് എന്ത് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക. സോ ഈ P2 എന്ന് പറഞ്ഞ പ്രോസസ് എന്ത് ചെയ്യും, ഈ വൈൽ ലൂപ്പിലാണ് ഉണ്ടാവുക. അത് എന്ത് ചെയ്യില്ല, അത് കണ്ടീഷൻ തെറ്റാവുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അത് ബ്രേക്ക് ആവുന്നില്ല. സോ ഈ വൈൽ ലൂപ്പിൽ തന്നെ നിൽക്കും. അതായത് P1 എന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞവരെ എന്ത് ചെയ്യും, ഈ വൈൽ ലൂപ്പിൽ തന്നെ എന്ത് ചെയ്യും, ആ P2 എന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കും. ഇതാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ്. അടുത്തൊരു സൊല്യൂഷൻ ആണെന്ത്, സ്വാപ്പ് അല്ലേ. സ്വാപ്പ് ഫംഗ്ഷൻ യൂസസ് 2 ബൂളിയൻ വേരിയബിൾസ് ലോക്ക് ആൻഡ് കീ. ഇപ്പൊ നമ്മൾ നേരത്തെ കേസിലെ ടെസ്റ്റ് ആൻഡ് സെറ്റിൽ ആകെ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ട്, ലോക്ക് എന്നാണ് വേരിയബിൾ. ഇവിടെ നമ്മൾ 2 ബൂളിയൻ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എന്താണ്, ലോക്ക് ആണ്, മറ്റേത് ഏതാണ്, കീ ആണ്. ദെൻ ബോത്ത് ലോക്ക് ആൻഡ് കീ വേരിയബിൾസ് ആർ ഇനീഷ്യലൈസ്ഡ് ടു ഫാൾസ്. ഇപ്പോൾ രണ്ട് വേരിയബിൾസും ഇനീഷ്യൽ എന്ത് ചെയ്യും, ഫാൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്യുക. സോ ലോക്കിന്റെ വാല്യൂയും കീന്റെ വാല്യൂയും ആദ്യം എന്ത് ചെയ്യും, ഫാൾസ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ദി സ്വാപ്പ് അൽഗോരിതം യൂസസ് എ ടെമ്പററി വേരിയബിൾ ടു സെറ്റ് ദി ലോക്ക് ടു ട്രൂ വെൻ പ്രോസസ് എൻഡേഴ്സ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ ഓഫ് ദി പ്രോഗ്രാം. അപ്പം ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പം അതിൻ്റെ ലോക്ക് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടെമ്പററി വേരിയബിൾ ആണ് ഉപയോഗിക്കുക. സോ ഈ ഒരു സ്വാപ്പ് അൽഗോരിതത്തിൽ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ലോക്ക് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി വേരിയബിൾ യൂസ്, അതായത് ടെമ്പ് എന്ന് പറഞ്ഞൊരു ടെമ്പററി വേരിയബിൾ ആണ് എന്ത് ചെയ്യുക ഇവിടെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അൽഗോരിതം എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് 2 ബൂളിയൻ വേരിയബിൾ അല്ലേ, ഒന്ന് ലോക്ക് എന്ന് പറഞ്ഞ ബൂളിയൻ വേരിയബിൾ ആണ്, പിന്നെ എന്താണ് കീ എന്ന് പറഞ്ഞൊരു ബൂളിയൻ വേരിയബിൾ ആണ്. അപ്പൊ ഇനീഷ്യലി രണ്ടും എന്താണ്, ഫാൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇനീഷ്യലൈസ് ചെയ്യുക. സോ ലോക്കും ഫാൾസ് ആണ്, കീയും ഫാൾസ് ആണ്. നമുക്കറിയാം ലോക്ക് ട്രൂ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുക അല്ലേ. അതായത് ലോക്ക് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ കാണാം അല്ലേ, സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഒന്നൊരു ബൂളിയൻ വാല്യൂ എയും ദെൻ ബൂളിയൻ വാല്യൂ ബിയും. അപ്പൊ ഇവിടെ എന്താ ശരിക്കും ചെയ്യുന്നത്, ഇവിടെ അല്ലേ നമുക്ക് എക്ക് കിട്ടുന്ന വാല്യൂ ബിയിലേക്കും ബിക്ക് കിട്ടുന്ന വാല്യൂ എയിലേക്കുമാണ് ശരിക്കും ഇന്റർചേഞ്ച് ചെയ്യുന്നത്, അതായത് സ്വാപ്പ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഇത് വരിക നോക്കാം. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ എക്ക് 1 എന്ന വാല്യൂ ബിക്ക് 0 എന്ന വാല്യൂ ആണ് കിട്ടുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ബൂളിയൻ ടെമ്പ് ഈക്വൽ ടു അല്ലേ, അതായത് എന്റെ വാല്യൂ എന്ത് ചെയ്യും, ഈ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അതായത് എന്റെ വാല്യൂ ഇപ്പോൾ എന്താണ് 1 അല്ലേ, അപ്പോൾ ടെമ്പിന് എന്ത് കിട്ടും, 1 കിട്ടും. ദെൻ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബിന്റെ വാല്യൂ എക്ക് കൊടുക്കും. ബിന്റെ വാല്യൂ എന്താണ്, അത് 0 ആണല്ലേ, ആ 0 എന്ത് ചെയ്യും, എക്ക് കൊടുക്കും. ദെൻ ടെമ്പിന്റെ വാല്യൂ ആർക്ക് തന്നെ കൊടുക്കും, ബിക്ക് കൊടുക്കും. അപ്പോൾ ടെമ്പിന്റെ വാല്യൂ എത്ര, 1 അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, എക്ക് 0യും ബിക്ക് 1ഉം കിട്ടും. അപ്പോൾ ഇനീഷ്യൽ എന്താണ്, എന്റെ വാല്യൂ 1ഉം ഇവിടെ ബിന്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്ക് 0യും ബിക്ക് 1ഉം കിട്ടും. അതായത് നമ്മൾ സ്വാപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച എന്താണ്, അപ്പോൾ നമ്മൾ 0 1 ആണെങ്കിൽ അതെന്താവും, 1 0 ആവും. അതായത് വാല്യൂ ജസ്റ്റ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. അതാണ് ഈ ഒരു സ്വാപ്പ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ P1 എന്ന പ്രോസസ്സ് എത്തുമ്പോൾ ആദ്യം അല്ലേ എന്താണ്, ഈ ട്രൂ ആയിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഇനീഷ്യലി കീ എന്താണ്, ഫാൾസ് ആയിരുന്നു, പിന്നെ എന്ത് ചെയ്യും, അത് ട്രൂ ആയിട്ട് സെറ്റ്. സോ കീ ട്രൂ ആണല്ലേ, അതായത് വൈലിലെ കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സ്വാപ്പ് ലോക്ക് കീ ആണ് എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ലോക്കിന്റെ വാല്യൂ എന്താണ് ശരിക്കും, ലോക്കിന്റെ വാല്യൂ എന്താ ശരിക്കും ഇവിടെ ഫാൾസ് ആണ് അല്ലേ. അപ്പോൾ ലോക്ക് ഫാൾസും കീ എന്താണ്, അത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ നോക്കാം അല്ലേ, ഇവിടെ നമ്മൾ കീന്റെ വാല്യൂ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ലോക്ക് എന്താണ്, ഇനീഷ്യലി ഫാൾസ് ആണ്. സോ ലോക്ക് ഫാൾസും കീ എന്താണ്, ട്രൂ ആണ്. സോ ഇവിടേക്ക് കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ എക്ക് എന്താ കിട്ടുക, എക്ക് ഫാൾസ് ആണ് കിട്ടുക. ദെൻ ബിക്ക് എന്ത് കിട്ടും, ട്രൂ കിട്ടും. ദെൻ ഈ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും, അത് ട്രൂവും ഫാൾസും ആവും അല്ലേ. അതായത് എന്താണ്, നമ്മളുടെ ലോക്ക് ട്രൂവും കീ ഫാൾസും ആയിട്ടാണ് കിട്ടുക. അപ്പൊ ലോക്ക് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാം അല്ലേ. ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യും. ദെൻ ആ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അത് ലോക്ക് ഫാൾസ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യും. ഇനി നമുക്കൊരു കണ്ടീഷൻ നോക്കാം. അപ്പോൾ P1 എന്നൊരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും, ലോക്ക് എന്താണ്, ലോക്ക് ട്രൂ ആണ് അല്ലേ. അതായത് P1 അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, ലോക്ക് ട്രൂ ആണ്. ഇനി P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യും അല്ലേ, അത് കീ ട്രൂ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുക.
കീ ട്രൂ ആയിരിക്കും. വൈൽ കീ അല്ലേ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്വാപ്പ് ഓഫ് ലോക്ക് കോമ കീ അല്ലേ. അപ്പോൾ ലോക്കിന്റെ വാല്യൂ എന്താ കിട്ടുക? ലോക്ക് ഓൾറെഡി നമുക്കറിയാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ലോക്ക് ട്രൂ ആണ്. കീന്റെ വാല്യൂ എന്താണ്? കീന്റെ വാല്യൂ ട്രൂ ആണ് അല്ലേ. അപ്പോൾ ലോക്കും ട്രൂ ആണ്, കീയും ട്രൂ ആണ്. അപ്പോൾ സ്വാപ്പ് ചെയ്തല്ലോ അല്ലേ. ഇവിടെ സ്വാപ്പ് ചെയ്താൽ എന്താണ്? ട്രൂവും തന്നെയാണ് വരിക. അപ്പോൾ രണ്ടും ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പ് തന്നെയാണ് നിൽക്കുക അല്ലേ. അതായത് വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ബ്രേക്ക് ആവാതെ എന്ത് ചെയ്യില്ല, നമുക്ക് ക്രിട്ടിക്കൽ സെഷനിലേക്ക് എത്താൻ പറ്റില്ല. സോ രണ്ടും ട്രൂ ആണോണ്ട് എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പ് തന്നെ നിൽക്കും. അതായത് ഈ P1ന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? P2ന് ഈ ഒരു ക്രിട്ടിക്കൽ സെഷനിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ദെൻ തേർഡ് സൊല്യൂഷൻ ആണത് അൺലോക്ക് ആൻഡ് ലോക്ക് അല്ലേ. അൺലോക്ക് ആൻഡ് ലോക്ക് അൽഗോരിതം യൂസസ് ദി ടെസ്റ്റ് ആൻഡ് സെറ്റ് മെത്തേഡ് ടു കൺട്രോൾ ദി വാല്യൂ ഓഫ് ലോക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു ലോക്കിന്റെ വാല്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ആൻഡ് സെറ്റ് മെത്തേഡ് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ടെസ്റ്റ് ആൻഡ് സെറ്റ് മെത്തേഡിന്റെ പ്രത്യേകം എന്തേനി? നമ്മൾ എന്താണോ പാസ് ചെയ്യുന്നത് അല്ലേ, ആ വാല്യൂ തന്നെയാണ് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. അതായത് നമ്മൾ ഫംഗ്ഷനിൽ ഇപ്പോൾ ട്രൂ ആണ് പാസ് ചെയ്യണമെങ്കിൽ ട്രൂ തന്നെ റിട്ടേൺ ചെയ്യുക, ഫാൾസ് ആണ് പാസ് ചെയ്യണമെങ്കിൽ ഫാൾസ് തന്നെയാണ് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. അൺലോക്ക് ആൻഡ് ലോക്ക് അൽഗോരിതം യൂസസ് എ വേരിയബിൾ വെയിറ്റിംഗ് ഓഫ് ഐ ഫോർ ഈച്ച് പ്രോസസ് ഐ അല്ലേ. ഇവിടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ വേരിയബിളും കൂടെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഈ ഐ എന്താണ്? അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ അല്ലേ. 1, 2, 3 പോലത്തെ പോസിറ്റീവ് ഇൻറ്റിജർ ആണത് ഐ അല്ലേ. അത് എന്തിനാണ് കറസ്പോണ്ട് ചെയ്യുന്നത്? P1, P2, P3 ആണ് അല്ലേ. അപ്പം 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P1 ആയിരിക്കും. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് P2 ആണ്. 3 എന്ന് പറഞ്ഞാൽ അത് P3 ആണ്. ഓരോ പ്രോസസ്സും വെയിറ്റിംഗിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അൽഗോരിതം വിശദമായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ 3 വേരിയബിൾസ് ആണ് അല്ലേ. ഒന്ന് ലോക്ക് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, കീ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, ദെൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ വേരിയബിൾ. ഇങ്ങനെ 3 വേരിയബിൾസ് അല്ലേ. ഇപ്പോൾ ലോക്ക് എന്താണ്? ഫാൾസ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, കീയും ഫാൾസ് ആണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം ഈ ടെസ്റ്റ് ആൻഡ് സെറ്റ് അല്ലേ. അതായത് ഇവിടേക്ക് എന്താണ് പാസ് ചെയ്യുന്നത് ആ വാല്യൂ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫാൾസ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യുക ഫാൾസ് ആയിരിക്കും. ഇവിടെ ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? ട്രൂ ആണ് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യും? ഇവിടെ ലോക്ക് എന്ത് ചെയ്യും? ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യും. ഇനി P1 എന്നൊരു പ്രോസസ്സ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യം വെയിറ്റിംഗ് ഓഫ് ഐ ഈക്വൽ ടു അല്ലേ. P1 ആണെങ്കിൽ വെയിറ്റിംഗ് ഓഫ് 1 എന്താണ്? ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാണ്. ദെൻ കീന്റെ വാല്യൂ എന്താണ്? ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലേ. ഇനീഷ്യലി എന്താണ്? കീന്റെ വാല്യൂ ഫാൾസ് ആണ്. ഇപ്പം എന്താണ്? ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാണ്. ഇനി നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ വെയിറ്റിംഗും ട്രൂ ആണ്, കീയും ട്രൂ ആണ് അല്ലേ. വൈൽ വെയിറ്റിംഗ് ഓഫ് ഐ ആൻഡ് കീ അല്ലേ. അപ്പൊ രണ്ടും എന്താണ്? ഇവിടെ ട്രൂ ആണ്. അപ്പൊ ട്രൂ ആണ് എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറും അല്ലേ. അപ്പൊ കീ ഈക്വൽ ടു ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക് അല്ലേ. അപ്പൊ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കിന്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത് എന്താണ്? ഫാൾസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഫാൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? കോൾ ചെയ്യുക അല്ലേ. ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ഫാൾസ്, ഈ കോൾ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് എന്ത് ചെയ്യുക? കീയിലേക്ക് അസൈൻ ചെയ്യുക. സോ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ഫാൾസ് കോൾ ചെയ്യുമ്പോൾ എന്താ റിട്ടേൺ ചെയ്യുക? അവിടെ ഫാൾസ് തന്നെയാണ് റിട്ടേൺ ചെയ്യുക അല്ലേ. കാരണം എന്താണ്? ഇവിടെ ഫാൾസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ റിട്ടേൺ വാല്യൂലേക്ക് ഫാൾസ് എന്ന വാല്യൂ സ്റ്റോർ ആവും. ദെൻ ലോക്ക് എന്താക്കി മാറ്റും? അത് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ഈ ഫാൾസ് ആണ് എന്ത് ചെയ്യുക? ഈ കീയിലേക്ക് അസൈൻ ചെയ്യുക. ദെൻ ഇവിടെ എന്താണ്? നമ്മൾ ലോക്ക് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ലോക്ക് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കീ എന്തായിട്ടാണ് കിട്ടുന്നത്? ഫാൾസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. സോ ഈ ലോക്ക് ട്രൂ ആവുകയും കീ ഫാൾസ് ആവുമ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യും അല്ലേ. സോ ലോക്ക് ട്രൂ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ അല്ലേ കീ ഇവിടെ ഫാൾസ് ആയിട്ട് എന്ത് ചെയ്യും? വൈൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകും. സോ ഈ P1 എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യും. ദെൻ P1ന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക? ലോക്ക് ഫാൾസ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി P1 എന്ന പ്രോസസ്സ് ഇപ്പം ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ലോക്കിന്റെ വാല്യൂ എന്തായിരിക്കും? ലോക്ക് ട്രൂ ആയിരിക്കും അല്ലേ. അതായത് P1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലോക്ക് ട്രൂ ആയിരിക്കും. P2 എന്ന് പറഞ്ഞൊരു രണ്ടാമത്തെ പ്രോസസ്സ് വരികയാണെങ്കിൽ അല്ലേ, വെയിറ്റിംഗ് ഓഫ് 2 ഈക്വൽ ടു അല്ലേ. അപ്പോൾ വെയിറ്റിംഗ് ട്രൂ ആണ്. ദെൻ കീ എന്താണ്? ട്രൂ ആണ് അല്ലേ. അപ്പോൾ വെയിറ്റിംഗ് ട്രൂ ആണ്, കീയും ട്രൂ ആണ് അല്ലേ. ദെൻ ഈ കണ്ടീഷൻ ശരിയായിട്ട് രണ്ടും ട്രൂ ആയിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളോട്ട് വരും അല്ലേ. അപ്പൊ കീ ഈക്വൽ ടു ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക്. അപ്പൊ ലോക്കിന്റെ വാല്യൂ എന്താണ്? ലോക്കിന്റെ വാല്യൂ ട്രൂ ആണ് അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ എന്താ കിട്ടുക? ട്രൂ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. സോ കീന്റെ വാല്യൂ എന്ത് കിട്ടും? ട്രൂ കിട്ടും. അതുപോലെ തന്നെ ലോക്കിന്റെ വാല്യൂ ട്രൂ കിട്ടും അല്ലേ. അപ്പോ കീയും ട്രൂ ആണ്, ലോക്കും ട്രൂ ആണ് അല്ലേ. അപ്പൊ രണ്ടും ട്രൂ ആണ്, കീയും ട്രൂ ആണ്, അതുപോലെ തന്നെ എന്താണ്? ലോക്കും ട്രൂ ആണ് അല്ലേ. അപ്പൊ രണ്ടും ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പ് തന്നെ നിൽക്കുള്ളൂ അല്ലേ. ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോകില്ല. അപ്പൊ കണ്ടീഷൻ ബ്രേക്ക് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? എക്സിറ്റ് ചെയ്യുക. സോ ഈ P1 അല്ലേ, ഇത് എപ്പോഴാണോ ലോക്ക് ഫാൾസ് ആവുന്നത് അതുവരെ എന്ത് ചെയ്യും? P2 വെയിറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? P2 ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ഒക്കെ തന്നെയാണ്, പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും.